നമസ്കാരം മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈം ആൻഡ് വർക്കിലെ അതുപോലെ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഉടനെ തന്നെ 26-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ടൈം ആൻഡ് വർക്കിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സാം സ്റ്റാർട്ട് 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തോളാം കേട്ടോ. CHSL പക്ക CHSL ക്വസ്റ്റൻ ആണ്. നിങ്ങൾ MDS കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ MDSന് മാത്രമായി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 മാസത്തോളം MDS എക്സാംസിന് വരെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഇപ്പൊ CHSL എക്സാം കഴിഞ്ഞാൽ തന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടെ ചേർത്താണ് ക്ലാസ് തന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു നിലവാരത്തിൽ പഠിച്ചു പോകുക. ഇനി നമുക്ക് MDSന് വേണ്ടി മാത്രം ക്ലാസ്സുകൾ ചെയ്യാം. ഇപ്പം ഇത് പക്ക CHSL ക്വസ്റ്റൻ ആണ്. ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എല്ലാ എക്സാമും എല്ലാവരും എഴുതുന്നവരാണ്. ഒരു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് വർക്ക് എന്ന് മനസ്സിലാക്കി വെക്കണം. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് എ ബൈ എഫിഷ്യൻസി, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് എ ബൈ ടൈം. എ ഇസ് ട്വൈസ് ആസ് വർക്ക് ആസ് ബി. ഇപ്പൊ സിയും ബിയും എയും തമ്മിലുള്ള ബന്ധം എനിക്ക് വേണം. സി ഉണ്ടാണെങ്കിൽ ബി 2 ആണ്, എ ഇരട്ടിയാണ്. 4:2:7 ആണ് അവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? താണ്ടെ എ വർക്ക് ആസ് ട്വൈസ്. സിയുടെ ഇരട്ടിയാണ് ബി, ബിയുടെ ഇരട്ടിയാണ് സി, ബിയുടെ ഇരട്ടിയാണ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ടോട്ടൽ വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എഫിഷ്യൻസി എയുടെയും 2 ബിയുടെയും 1 സിയുടെയും വരും. എഫിഷ്യൻസി ഇൻറ്റു ടൈം. എത്ര ടൈം അവർ വർക്ക് ചെയ്തു? 4 days. ശരിയല്ലേ? അവർ 4 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും അല്ലേ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡി ഉണ്ട്. അപ്പൊ അങ്ങനല്ല എടുക്കണ്ടേ. 4 2 3 7 തന്നെയാണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡി എന്ന് വെച്ചാൽ ഡി കൂടെ വരും. 7 + ഡി. 7 എന്ന് വെച്ചാൽ എഫിഷ്യൻസി ആണ് കേട്ടോ. എഫിഷ്യൻസി A + B + സിയുടെ എഫിഷ്യൻസി, A + B + സിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 4 + 2 + 1 7 ആണ്. അവർ എത്ര ദിവസം കൊണ്ട്? 4 ദിവസം കൊണ്ട്. ഡി ഒറ്റയ്ക്ക് അതേ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? 10 ആണ്. സ്വാഭാവികമായിട്ട് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 28 + 4D എന്ന് പറഞ്ഞാൽ 10. ഒരുപാട് എക്സാമ്പിൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 12D. ശരിയല്ലേ? 12D എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് പറഞ്ഞാൽ നമുക്ക് 28 കിട്ടും. ഡി എന്ന് പറഞ്ഞാൽ 28/12. നമുക്കതിനെ എന്തുകൊണ്ട് വെട്ടാം? 4 കൊണ്ട് വെട്ടാം. 7 4 28 4 7/3. അപ്പൊ ഡിയുടെ എഫിഷ്യൻസി എന്താണ് കിട്ടിയത്? ഡിയുടെ എഫിഷ്യൻസിയാണ് കിട്ടിയിരിക്കുന്നത് 7/3. മനസ്സിലാക്കി വെക്കണം. ഇത് ഡിയുടെ വർക്കാണ്. വർക്ക്. അപ്പൊ ടോട്ടൽ വർക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും 7/3 എഫിഷ്യൻസി ഇൻറ്റു 16. ഇതാണ് ടോട്ടൽ വർക്ക്. മനസ്സിലാക്കി പഠിക്കുന്നവർക്കേ പഠിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ദിവസം ടൈം ആൻഡ് വർക്കിന് നല്ലൊരു ഐഡിയ ഉള്ളവർക്ക് ഇത് മനസ്സിലാവും. അല്ലാതെ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് വെട്ടമാണ്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പൊ ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ 75% മക്കളെ, 75% എന്ന് വെച്ചാൽ 3/4 ആണ്. അതിന്റെ 3/4 മതി. 6യുടെ കാര്യമായി ചോദിച്ചിരിക്കുന്നത് എ എലോൺ. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 4. ഇതാണ് ആൻസർ. മനസ്സിലായല്ലോ? കാരണം ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് എ ബൈ എഫിഷ്യൻസി ആണ്. വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയുക. 7/3 × 16 × 3/4. വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 1/4. 16 ക്യാൻസൽ, 3 ക്യാൻസൽ. ആൻസർ ഈസ് 7. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് 7. വീണ്ടും പറയുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഒരു അത്യാവശ്യം ബേസ് കുറവുള്ളവരാണെങ്കിൽ മക്കളെ നേരെ RRB ഗ്രൂപ്പ് ഡിയുടെ ടൈം ആൻഡ് വർക്ക് അല്ലെങ്കിൽ CHSL GD ഒക്കെ ഞാൻ ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി കാണുക. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാര്യം എന്ന് വെച്ചാൽ എക്സാം ആണ്. എക്സാം സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഇത്രയും നല്ലോണം പ്രിപ്പയർ ചെയ്തവർക്ക് ഒരാശ്വാസം. അത്രേ ഉള്ളൂ. ഇത്ര ദിവസം നമ്മൾ ക്ലാസ്സുകൾ തന്നു. അപ്പൊ നിങ്ങൾക്ക് അവസാനം കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇത് ഏത് വർഷം ഏത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞുതരാം. CHSL 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞ പക്ക CHSL 2017 ക്വസ്റ്റ്യൻ ചെയ്യാം. ടൈം ആൻഡ് വർക്കിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്ക് ഒരു ജോലി തീർക്കാൻ 30 ദിവസം, ബിക്ക് 45 ദിവസം, സിക്ക് 90. സ്വാഭാവികമായിട്ട് നമുക്ക് അവരെ ഒരു വർക്ക് ഏൽപ്പിക്കാം. അവരെ നമുക്ക് എയും 30 അല്ലേ? അപ്പൊ 30 45 90 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 തന്നെ ഏൽപ്പിക്കാം. എയിനെയും ബിനെയും സിനെയും ഓരോരുത്തർ എഫിഷ്യൻസി കണ്ടുപിടിക്കണേ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് എ ബൈ ടൈം ആണ്. 90/30 എത്ര കിട്ടും? 3 ആണ് എയുടെ എഫിഷ്യൻസി. 90/45 ചെയ്താൽ 2 കിട്ടും. 90/90 ചെയ്താൽ 1 കിട്ടും. ഓരോരുത്തർ എഫിഷ്യൻസി എനിക്ക് കിട്ടി. മനസ്സിലായല്ലോ? എല്ലാ ദിവസവും എ ഉണ്ട്. ആദ്യത്തെ ദിവസം എ ഉണ്ട്. ബിയും സി എവരി തേർഡ് ഡേ. രണ്ടാമത്തെ ദിവസം എ, മൂന്നാമത്തെ ദിവസം എയും ബിയും സിയും ഉണ്ട്. മനസ്സിലാക്കി വെക്കണം. വീണ്ടും 4ാമത്തെ ദിവസം എ,
5ാമത്തെ ദിവസം എ, വീണ്ടും 6ാമത്തെ ദിവസം ബി പ്ലസ് സി. 3ന്റെ മൾട്ടിപ്പിളിലെല്ലാം, അതായത് 3, 6, 9, 12 ദിവസങ്ങളിലെല്ലാം വരുന്ന ആരാണ്? എ പ്ലസ് ബി പ്ലസ് സി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. 1, 2 ദിവസങ്ങളിൽ ആരേ ഉള്ളൂ? എ. 1, 2, 4, 5 ഇതല്ലാതുള്ള ദിവസങ്ങളിലെല്ലാം എയും ബിയും ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ ദിവസം എ വരും, 2ാമത്തെ ദിവസം വരും, 3ാമത്തെ ദിവസം എയും ബിയും സിയും വരും. കാര്യങ്ങൾ ടക്കെന്ന് നടക്കട്ടെ, മനസ്സിലായല്ലോ. എ വന്ന് 3 പണി ചെയ്യും, 3 യൂണിറ്റ്. ബി വന്ന് വീണ്ടും എ വന്ന് 3 ചെയ്യും. എയും ബിയും സി കൂടെ ചേർത്താൽ 3 + 2 + 1, അതാണ് എ പ്ലസ് ബി പ്ലസ് സി. കാണാതെ പഠിക്കുന്നവൻ ഇരിക്കണ്ട, മനസ്സിലായല്ലോ. 6 എല്ലാം കൂടെ 12. 3 ദിവസം കൊണ്ട് എത്ര തീരും? 12 തീരും. 3 ആണോ? 3 ദിവസം കൊണ്ട് അല്ലെ? 3 ദിവസം കൊണ്ട് എത്ര തീരും? പറഞ്ഞ മക്കളെ, 3 ഡേ കൊണ്ട് 12 യൂണിറ്റ് വർക്ക് തരും 3 ദിവസം കൊണ്ട്. എനിക്ക് തീരേണ്ടത് 90 ആണ്. ഞാൻ ഇതിന് 7 കൊണ്ട് ഗുണിച്ചു. 84 യൂണിറ്റ് 21 ദിവസം കൊണ്ട് തീരും. ഇനി എനിക്ക് തീരേണ്ടത് 6 ആണ്, പ്ലസ് 6 ആണ്. 22ാമത്തെ ദിവസം എ വന്ന് 3 ചെയ്യും. 23ാമത്തെ ദിവസവും എ വന്ന് 3 ചെയ്യും. അപ്പൊ എല്ലാം കൂടി 27 പ്ലസ് 6 തീരും. കണ്ടോ, ഈ 3, 3, 6 തീരും. അപ്പൊ എല്ലാം കൂടെ എത്ര തീരും? ഇവിടെ 6 തീരും, 90. അപ്പൊ 22ാമത്തെ ദിവസം എ വന്ന് 3 ചെയ്യും. 23ാമത്തെ ദിവസം എ തന്നെയാണ് വരുന്നത്, 3 ചെയ്യും. ഞാൻ പറഞ്ഞു 8ന്റെ 3ന്റെ മൾട്ടിപ്പിൾ, അതായത് 24, 27 ദിവസങ്ങളിൽ മാത്രമേ എയും ബിയും സിയും വരൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. അപ്പം 27 ദിവസം കൊണ്ട് ഫുൾ വർക്ക് തീരും. ആൻസർ ഈസ് 27. 27 ആണ് ആൻസർ. സോറി, 27 അല്ല, 23. ആൻസർ ഈസ് 23. 22ാമത്തെ ദിവസം, 23ാമത്തെ ദിവസം. അപ്പൊ 23 ആണ് ആൻസർ കേട്ടോ. 21 ദിവസം കൊണ്ട് 84 തീരും. 22ാമത്തെ ദിവസം 3 യൂണിറ്റ് തീരും. അതായത് 22ാമത്തെ ദിവസം 84, 3 എത്ര തീരും? 87 തീരും. 23ാമത്തെ ദിവസം 24ാമത്തെ ദിവസം വീണ്ടും അടുത്ത 3 തീരും. അപ്പൊ 90 തീരും. അപ്പൊ ആൻസർ ഈസ് 22ാമത്തെ ദിവസം എത്ര തീരും? 23ാമത്തെ ദിവസം 90 തീരും. 21 ദിവസം കൊണ്ട് 84, 22ാമത്തെ ദിവസം 87, 23ാമത്തെ ദിവസം 90. ആൻസർ ഈസ് 23. ഒന്നുകൂടെ കാണുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിലേക്ക് വന്നു. പൈപ്പ് ആൻഡ് സിസ്റ്റലിലെ ക്വസ്റ്റ്യൻ, വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലാക്കി പഠിക്കാം. വളരെ കുറച്ച് ക്വസ്റ്റിനെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം. ഓക്കെ, അതുള്ള എക്സാം അനാലിസിസ് ഇവിടെ തരാമെന്ന് വിചാരിക്കുന്നു. മക്കൾമാർ ചെയ്യുക. എ 10 ദിവസം കൊണ്ട് ഫില്ല് ചെയ്യും. ബി 15 ദിവസം. ഇതൊക്കെ ഞാൻ എന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 30 ദിവസം. ഡി ഈസ് ആൻ എംപ്റ്റിയിങ് പൈപ്പ് എന്ന് വെച്ചാൽ ഒഴിവാക്കുന്നതാണ്, മൈനസ് നെഗറ്റീവ്. ക്യാൻ എംപ്റ്റി അലോൺ എക്സ് അവേഴ്സ്. ഒറ്റയ്ക്ക് എത്ര മണിക്കൂർ എടുക്കും? എക്സ് അവേഴ്സ്. എയും ബിയും സിയും ഓപ്പൺസ് 3 hours ആൻഡ് ക്ലോസ്. എയും ബിയും സിയും കൊള്ളാമല്ല പരിപാടി. അപ്പൊ നമുക്ക് ഇവരെ 30 പണി ഏൽപ്പിക്കാം. ഓരോരുത്തന്മാരുടെ കപ്പാസിറ്റി കിട്ടട്ടെ. എയുടെ എഫിഷ്യൻസി, കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞു. ഫൈവിന്റെ കേസ് കപ്പാസിറ്റി എന്ന് പറയാം. 30/10 3 ആണ്. ബിയുടെ 30/15 2 ആണ്. സിയുടെ 30/30 1 ആണ്. 3 പേരുകൾ ഒരുമിച്ചാൽ 6. അങ്ങനെ എത്ര ദിവസം ഉണ്ട്? 3 ദിവസം. കാരണം എഫിഷ്യൻസിന്റെ ടൈമാണ് വർക്ക്. അങ്ങനെ എല്ലാം കൂടെ എത്ര തീർന്നു? 18 യൂണിറ്റ് തീർന്നു. 18 യൂണിറ്റ് തീർന്നു. ഇപ്പൊ ടാങ്കിനകത്ത് ഏകദേശം 18 യൂണിറ്റ് വെള്ളം നിറച്ചു. മനസ്സിലായല്ലോ. അവന്മാർ 3 കൂടെ നിറയ്ക്കുന്നവന്മാരാണ്. ഡി ഇങ്ങോട്ട് വന്നിട്ട് ആ 18 കളഞ്ഞു. എത്ര ദിവസം കൊണ്ട്? 30 മണിക്കൂർ. ആ 18 യൂണിറ്റും എം ഡി ആക്കാൻ ഡിക്ക് എത്ര ദിവസം എടുത്തു? 30 മണിക്കൂർ എടുത്തു. പറയുന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. അതായത് ഇതിനെ ഞാൻ 3 യൂണിറ്റ് ഞാൻ കണ്ടുപിടിച്ചു. എന്തിനാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. 3 യൂണിറ്റ് എത്ര സമയം എടുത്തു? പറഞ്ഞേ. 5 മണിക്കൂർ എടുത്തു. കാരണം 18/6 ആണ് 3, 30/6 ആണ് 5. എന്തിനാ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുതരാം. 18 യൂണിറ്റ് കളയാനാണ് ഡി വരുന്നത്. കാര്യം ഡി ഈസ് ആൻ എംപ്റ്റിയിങ് പൈപ്പ്. മനസ്സിലായല്ലോ. എംപ്റ്റിയിങ് പൈപ്പാണ്. ആ 18 യൂണിറ്റ് ഇവന്മാർ 3 കൂടെ നിറച്ചു വെച്ചേക്കുവാണ്. ഇതിന്റെ മൊത്തത്തിൽ കപ്പാസിറ്റി 30 ആണ്. മനസ്സിലായല്ലോ. അതിൽ 18 കളയാനാണ് ഡിക്ക് എത്ര സമയം എടുത്തത്? 30. അപ്പൊ 3 യൂണിറ്റ് കളയാൻ 5 മണിക്കൂർ. മൊത്തത്തിൽ ചോദിച്ചത് 30 യൂണിറ്റ് കളയാനാണ്. 30 യൂണിറ്റ്. അപ്പൊ ഇൻറ്റു 10 ആണ്. അതായത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഡി ഈസ് ഓപ്പൺ വിച്ച് ഈസ് എലോൺ എംപ്റ്റി ഇൻ ദി 30 hours. ഓക്കെ, 30 hours. മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കുക. ഡി ഈസ് ഓപ്പൺ വിച്ച് ഈസ് എംപ്റ്റി ദ ടാങ്ക് ഈസ് 30 hours. അതാണ് ഞാൻ 30 hours എടുത്തേക്കുന്നത്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഡിയുടെ കപ്പാസിറ്റി ആണ് വേണ്ടത്. മനസ്സിലായല്ലോ. ഡി എത്ര സമയം എടുക്കുന്നു? ഡി ഈസ് ആൻ എംപ്റ്റി ഫുൾ ടാങ്ക് ഇൻ എക്സ് അവേഴ്സ്. ഡി എംപ്റ്റി ദ ഫുൾ ടാങ്ക് ഇൻ എക്സ് അവേഴ്സ് എന്ന് വെച്ചാൽ 30 യൂണിറ്റ് ആണ് ഫുൾ ടാങ്ക്. അതിനെത്ര? 3 യൂണിറ്റ് 5 ആണെങ്കിൽ 30 യൂണിറ്റ് എത്ര ആയിരിക്കും? 50 hours ആയിരിക്കും. കാരണം ഇവിടെയും 10 കൊണ്ട് ഗുണിക്കണം. ആൻസർ ഈസ് 15 hours. 15 hours. മനസ്സിലാക്കി പഠിക്കുക.
ഒരു ക്വസ്റ്റിനുള്ള മക്കൾമാർക്ക് ഞാൻ പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എന്റെ മക്കൾമാരെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഓക്കെ ഇതുകൂടെ ചെയ്യാം. എക്ക് 1 hour, ബിക്ക് 2 hour, സിക്ക് എം ടി ആണ്. എം ടി എന്ന് വെച്ചാൽ മൈനസ് ആയിട്ട് കാണുക. 1 മണിക്കൂർ 15 മിനിറ്റ്, 15/hour. 1 + 1/4, 1 + 5/4 എത്രയാണ്? 5/4, 5/4 hour. മനസ്സിലായല്ലോ? ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ 1a 2a 5/4ന്റെ LCM എടുത്താൽ മതി. ഫ്രാക്ഷൻസിന്റെ LCM കാണുന്നത് ന്യൂമറേറ്റർ LCM ബൈ ഡിനോമിനേറ്റർ HCF ആണ്. 10 എടുത്താൽ മതി. 10/1 ചെയ്താൽ കപ്പാസിറ്റി 4a കിട്ടും. 10/1 ചെയ്താൽ മതി. മനസ്സിലായല്ലോ? 10/1. കപ്പാസിറ്റി ഓഫ് ബി 10/2 ചെയ്താൽ കിട്ടും. എത്രയാണ്? 5. കപ്പാസിറ്റി ഫോർ സി നെഗറ്റീവ് ആണ്. 10/5/4. ആൻസർ ഈസ് 8. 8 ഒഴിവാക്കുക എന്ന് മനസ്സിലാക്കുക. ഞാൻ സ്പീഡിലാണ് പറഞ്ഞു തരുന്നത്. കാര്യം എക്സാം അടുത്തത് കൊണ്ടാണ്. നിങ്ങൾ പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ സ്പീഡ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ ഒന്നും വിചാരിക്കുന്ന മക്കളെ. ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതെനിക്കറിയാം. എന്റെ കുറ്റമല്ല. എക്സാം കിടക്കുന്നു. വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ ബേസിക്കലാണ് ഞാൻ ഇത്രയും ദിവസം പഠിപ്പിച്ചുകൊണ്ട് അത് എക്സാമിന്റെ തലേന്ന് എനിക്ക് പറയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്റെ കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എഴുതുന്ന SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം ആണ്. അത് നിങ്ങളുടെ ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓൻ A+B എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? 2 മണിക്കൂർ. A+B എന്ന് വെച്ചാൽ 3 ആണ്. 3 യൂണിറ്റ് വെച്ച് അല്ല. A+B എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ? 2 ആണ്. A+B A+C ആണല്ലേ? A+C 2 മണിക്കൂർ വർക്ക് ചെയ്തു. 2 മണിക്കൂർ വർക്ക് ചെയ്തു. ഓക്കെ. സ്വാഭാവികമായിട്ടും A+B 2 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. A+B 2 മണിക്കൂർ വർക്ക് ചെയ്താൽ 2 മണിക്കൂർ കൊണ്ട്, ശരിയല്ലയോ? ആഫ്റ്റർ 2 hours 2 മണിക്കൂർ കൊണ്ട് അവന്മാർ ഏകദേശം 10 യൂണിറ്റ് ആണ് അവന്മാരെ കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കി വെക്കുക. ആ 10ഉം 15ഉം വെച്ച് നമുക്ക് 2 മണിക്കൂർ വർക്ക് ചെയ്യാം. 2 മണിക്കൂർ 1 യൂണിറ്റ് അവന്മാർ എത്രയാണ് ചെയ്യുന്നത് നോക്കിയിരിക്കുക. 2 × 2 എത്ര തീരും? 4 യൂണിറ്റ് തീരും. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സിയുടെയും നമ്മൾ കപ്പാസിറ്റി കണ്ടുപിടിച്ചിട്ടില്ല. 10, 5, 15. A+C ആണ്. A 10 ചെയ്യുമ്പോൾ സി വന്നിട്ടാണ് 8 ഒഴിവാക്കുവാണ്. അതാണ് 10 - 8 എത്ര വന്നേ? 2 വന്നേ. അങ്ങനെ 2 മണിക്കൂർ. അപ്പൊ 4 ലിറ്റർ ആ ടാങ്ക് നിറയും. 4 ലിറ്റർ ടാങ്ക് നിറയും. മൊത്തത്തിൽ 10 ലിറ്ററിന്റെ ടാങ്കാണ്. ഇനി 6 നിറയണം. പക്ഷെ 6 നിറയില്ല. ആ A ക്ലോസ് ചെയ്തു. ഇനി ആരാ ഉള്ളേ? B+C ആണ്. B എത്രയാണ്? 5. സി എത്രയാണ്? 8. 3 എടുത്ത് കളയും. 3 എടുത്ത് കളയും. 4 ഉണ്ട്. ആ 4ൽ 3 കളയത്തേ ഉള്ളൂ. 4/3 മണിക്കൂർ. ആൻസർ ഈസ് 4/3 മണിക്കൂർ. 9 മണിക്ക് ഓപ്പൺ ചെയ്തു. 2 മണിക്കൂർ പണിയെടുത്തു. 2 4/3 അവർ എന്ന് വെച്ചാൽ 4/3 × 60. ആൻസർ ഈസ് 80 മിനിറ്റ്. എന്ന് വെച്ചാൽ 1 മണിക്കൂർ 20 മിനിറ്റ്. മനസ്സിലാക്കി എടുക്കണം. 11 മണി 12 മണി 12:20 ആ ടാങ്ക് കാലിയാവും. 12:20 ആ ടാങ്ക് കാലിയാവും. 12:20 12 10 അല്ല 12:20 ആണ് ആൻസർ. മനസ്സിലായല്ലോ? കാരണം 1:20 ആണ്. ഇത് ഇവിടെ 20 ആണ്. 80 മിനിറ്റ്. അപ്പൊ 20 ആണ്. 12:20 ഇത് 20 ആകും. 12:20 ആ ടാങ്ക് എന്താവും മക്കളെ? കാലിയാവും. മനസ്സിലാക്കി പഠിക്കുക. ഒന്നുകൂടെ പറയണമെന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു. ഇതിന്റെ കപ്പാസിറ്റി എടുത്തിട്ട് വർക്ക് എടുത്തിട്ട് ഓരോരുത്തരുടെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക ചെയ്യാം. 2 മണിക്കൂർ. ഈ 2 എങ്ങനെ വന്നെന്ന് വെച്ചാൽ A 10 നിറയ്ക്കുമ്പോൾ സി 8 കളയും. അപ്പൊ 2 വെച്ച് ഫില്ലാവും. അങ്ങനെ 2 മണിക്കൂർ. അങ്ങനെയാണ് 4 ഫില്ലായത്. ആ 4 ഫില്ലാകില്ല. കാരണം സി എന്ന് പറഞ്ഞാൽ നല്ല എഫിഷ്യൻസി ഉള്ളവനാണ്. ഇവൻ 10 നിറച്ച ഇവൻ 5 നിറച്ച ഇവൻ 8 എടുത്ത് കളയും. നിറയത്തില്ല അവിടെ. അപ്പൊ 3 കളയില്ല എന്നാണ് അവൻ ലക്ഷ്യം. 1 മണിക്കൂറിൽ അവൻ 3 കളയും. പിന്നെ അവൻ 1 ഉള്ളു കളയും. അതാണ് ഞാൻ 4/3 എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. വർക്ക് 4 ആണ്, എഫിഷ്യൻസി 3 ആണ്. അപ്പൊ അതനുസരിച്ച് ആദ്യം 9 പറഞ്ഞു. പിന്നെ 2 മണിക്കൂർ വർക്ക് ചെയ്തു. പിന്നെ 1 മണിക്കൂർ 20. അത് എം ടി ആക്കാൻ വേണ്ടി. ഇത് ഫില്ലാക്കാൻ വേണ്ടി. ഇത് എം ടി ആക്കാൻ വേണ്ടി. എല്ലാം കൂടെ 12:20. മക്കളെ വളരെ സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം. പക്ഷെ അത് സഹിച്ചേ പറ്റൂ. കാരണം CHSLന്റെ എക്സാം അടുത്തു. ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദിവസം എക്സാം ആവാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മക്കളെ പഠിക്കുക. ഒരു 10-10ഓളം ക്ലാസ് ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തി ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. അപ്പൊ ബേസ് കുറവുള്ളവർ നേരെ CD ഗ്രൂപ്പ് ഡി പോലുള്ള ക്ലാസ്സുകളിൽ പോയിരുന്ന ക്ലാസ്സുകൾ കാണുക. ഓക്കെ, അപ്പം താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.